കൊച്ചിയിൽ കടലാക്രമണം മൂലം മീൻപിടുത്ത വിലക്ക്. തമിഴ്നാട് ട്രോളിംഗ് നിരോധനം. കൊച്ചി പുറംകടൽ കപ്പൽ മുങ്ങിയതിനെ തുടർന്നുള്ള മലിനീകരണ ഭീഷണി എന്നിവ കാരണം സംസ്ഥാനത്തെ മത്സ്യബന്ധന മേഖല നേരിടുന്നത് സമാനതകളില്ലാത്ത പ്രതിസന്ധി. ജനപ്രിയ മത്സ്യങ്ങൾ കിട്ടാനില്ല. ഉള്ളവയ്ക്ക് തീ വിലയുമാണ്. കനത്ത മഴയിൽ കായൽ, പുഴ മത്സ്യബന്ധനം കുറഞ്ഞതും പ്രതിസന്ധിക്ക് അകം കൂട്ടുന്നു. തമിഴ്നാട്ടിൽ നിന്നുള്ള മത്സ്യത്തിന്റെ വരവ് തീരെ കുറഞ്ഞിട്ടുണ്ട്. ജൂൺ 9 മുതൽ കേരളത്തിലും ട്രോളിംഗ് നിരോധനം തുടങ്ങും. മുങ്ങിയ കപ്പലിന് 20 നോട്ടിക്കൽ മൈൽ ചുറ്റളവിൽ മത്സ്യബന്ധനത്തിന് വിലക്കുള്ളതിനാൽ ഭാഗത്തേക്ക് മത്സ്യത്തൊഴിലാളികൾക്ക് കടക്കാനാവില്ല. മത്സ്യവരവ് കുറഞ്ഞതോടെ വില കുത്തനെ കൂടി. അയലയും ചാളയും ആവശ്യത്തിന് ലഭ്യമല്ല. ഏതായാലും മാസങ്ങളായി വള്ളങ്ങൾക്ക് ചാള മാത്രമാണ് ലഭിച്ചിരുന്നത്. ഒറ്റയ്ക്കും നിരോധനം ലംഘിച്ചും കടലിൽ പോകുന്ന ചെറുവള്ളങ്ങളാണ് കുറച്ചെങ്കിലും മീൻ എത്തിക്കുന്നത്. തൊഴിൽ നഷ്ടത്തിന് പരിഹാരം ആവശ്യപ്പെട്ടു മത്സ്യ തൊഴിലാളി ഫെഡറേഷൻ ഇന്ന് രാവിലെ 11-ന് കൊച്ചിയിലെ കേന്ദ്ര മെറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മുന്നിൽ പ്രതിഷേധ ധർണ നടത്തുന്നുണ്ട്. ബോട്ടുകളും വള്ളങ്ങളും ഇനി കടലിൽ പോയി മത്സ്യവുമായി എത്തുമ്പോൾ മാത്രമേ കപ്പൽ ദുരന്ത ഭീഷണി വിപണിയിൽ എങ്ങനെ പ്രതിഫലിക്കുന്നു എന്ന് വ്യക്തമാകൂ. ജൂൺ, ജൂലൈ, ആഗസ്റ്റ് മാസങ്ങളിലാണ് കേരളത്തിലെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ നല്ല കാലം. കപ്പൽ അപകടം പ്രതീക്ഷയ്ക്ക് മേൽ കരിനിഴലാണ് വീഴ്ത്തിയിരിക്കുന്നത്.